ജനവാസ മേഖലയിലെ ശല്യക്കാരായ ഒരുപാട് കാട്ടാനകളെ കേരളത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കൊന്നുമില്ലാത്ത ആരാധക കൂട്ടമുള്ള ഒരേ ഒരു കാട്ടാനയാണ് അരിക്കൊമ്പൻ. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് ചിന്നക്കനാലിനെ വിറപ്പിച്ച കാട്ടുകൊമ്പനെ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ജനിച്ച മണ്ണിൽ പിടിച്ചു നിൽക്കാൻ അരിക്കൊമ്പൻ അടവുകൾ പലതു പയറ്റിയ ദിനമാണിന്ന്. വിക്രം, സൂര്യൻ, കുഞ്ചു, സാക്ഷാൽ കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളിട്ട കൂച്ചുവിലങ്ങ് ഭേദിക്കാൻ അരിക്കൊമ്പന് കഴിഞ്ഞില്ല. അഞ്ചു മയക്കുവെടികൾ കൊണ്ട അരിക്കൊമ്പൻ അങ്ങനെ പുതിയ ആവാസ മേഖലയിലേക്ക്. ഇനിയാണ് സിനിമയെ വെല്ലുന്ന കഥകളുടെ തുടക്കം. പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ ആഴ്ചകൾക്കുള്ളിൽ കുമളിയിലെ ജനവാസ മേഖലയ്ക്കടുത്തെത്തി. അവിടെ നിന്നും പിന്നീട് തമിഴ്നാട്ടിലെ മേഘമലയിലും കമ്പത്തും. കമ്പം ടൗണിലൂടെ വിരണ്ടോടുന്നതിനിടെ ആന തട്ടിയിട്ട ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇതോടെ തമിഴ്നാട് വനം വകുപ്പ് കൊമ്പനെ രണ്ടാം തവണ മയക്കുവെടി വെച്ച് പിടികൂടി. കളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലേക്ക് പിന്നീട് എത്തിച്ചു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി വനത്തിൽ വിലസുന്നുണ്ടെന്നാണ് തമിഴ്നാട് വനം വകുപ്പ് പറയുന്നത്. അരിക്കൊമ്പൻ മാറിയതോടെ ചക്കക്കൊമ്പനും മുറിവാലനും കാട്ടാനക്കൂട്ടവുമൊക്കെ ചിന്നക്കനാലിൽ കളം പിടിച്ചു. ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അരിക്കൊമ്പൻ ഫാൻസുകാർക്ക് അറിയത്തില്ലല്ലോ. സത്യത്തിൽ പറഞ്ഞ അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നതിലുപരി ഇവിടെ ഇതിനെന്തേലും അതിന് വേണ്ട ഭക്ഷണങ്ങളോ എന്തെങ്കിലും വെച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സുനിലിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.